നല്ല കാറ്റാണേ. നമ്മൾ കുറച്ചു നേരമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദേ ഒരു കോലം കയറിയിട്ടുണ്ട്. നമുക്കിവിടെ 2 സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. കപ്പലിൻ്റെ മിഠായി. നീന്തൽ അറിയാത്തവർക്കും ചെയ്യാം കേട്ടോ. എനിക്ക് നീന്തൽ അറിയത്തില്ല, എന്നാലും ആ ചേട്ടൻ എല്ലാം കാര്യമായിട്ട് പറഞ്ഞു തന്നു. കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഇറങ്ങുവാണ്. ഇപ്പോൾ ഒരു സമയം ഉച്ച 12 മണിയാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മളിനി പോകുന്നത് ബോട്ടിങ്ങിനാണ്. ഈ ചേട്ടനാണ് നമ്മളെ ബോട്ടിങ്ങിന് കൊണ്ടുവന്നത്. എന്താ ചേട്ടാ പേര്? പ്രദീപ്. അപ്പോൾ ഇത് വെറും ബോട്ടിംഗ് അല്ല. ദേ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ, നമ്മൾ ചൂണ്ടയിടാനും കൂടെയാണ് പോകുന്നത്. ഇതിലോ? അവിടെ ചോട്ടിയോ? കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിന് പോവാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ട കാഴ്ചകളല്ല, ഇത് പുതിയ കാഴ്ചകളാണ്. പുതിയ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം മൺട്രോത്തുരുത്ത് എന്ന് പറയുമ്പോൾ 14 കിലോമീറ്റർ ചുറ്റളവുണ്ട്. അതിലൊരു 70% കണ്ടൽക്കാടാണ്. അതോടൊപ്പം തന്നെ ചെറിയ കനാലും കായലും പുഴയും എല്ലാം കൂടെ ചേർന്നെയാണ് മൺട്രോത്തുരുത്ത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കയാക്കിങ്ങിനുള്ള ബോട്ടുകൾ ഒരുപാടുണ്ട്. നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. നോക്കിയേ, ഇപ്പം തന്നെ എന്ത് മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും. നോക്കിയേ, കപ്പലിൻ്റെ മിഠായി. ഇത് നമ്മുടെ ചേട്ടൻ തന്നതാണ്. വെറുതെ ഇരിക്കേണ്ട, കുറച്ചുകൊണ്ട് തിന്നുകൊണ്ട് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ നാട്ടിലൊക്കെ കാണാത്ത ഒരുപാട് പക്ഷികളെയും, പരുന്തുകൾ, കൊക്കുകൾ, അതുപോലുള്ള ഒരുപാട് പക്ഷികളെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് മീൻ പിടിക്കുന്ന ആളുകളെ കാണാം. അതൊരു രീതിയിലല്ല, പല രീതിയിലുള്ള മീൻപിടുത്തം നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിങ്ങനെ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താ ചെറിയ ഞണ്ടുകൾ, മീനുകൾ, ഇതിനെയൊക്കെ കാണാൻ പറ്റും. ഇത്രയും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവിടുത്തെ വെള്ളം ഇപ്പോഴും നല്ല ക്ലിയറാണ്. ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയേ, നമ്മൾ അന്ന് പോയ അവിടുത്തെ സ്ഥലങ്ങളെക്കാട്ടും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ തവണ നമ്മൾ വന്നത് ഒരു വൈകുന്നേര സമയത്തായിരുന്നു. ഇപ്പം നമ്മൾ വന്നത് നല്ല ഉച്ച സമയത്താണ്. ഇനി ഒരു ദിവസം നല്ല രാവിലെയും കൂടെ വന്ന് നോക്കാം. ഓരോ സമയവും മൺട്രോത്തുരുത്തിന് ഓരോ ഭംഗിയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ പാലം കടന്ന് റൈറ്റ് സൈഡിലേക്കായിരുന്നു പോയത്. ഇപ്പം നമ്മൾ പോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അന്ന് നമ്മൾ അവിടെ ഒരു വലിയ കണ്ടൽക്കാടും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടൊക്കെ കാണിച്ചു തന്നായിരുന്നു. അതുപോലെ തന്നെ അത്രയും വലുതല്ലെങ്കിലും ഇവിടെയും നല്ല മനോഹരമായ ഒരു സ്പോട്ടാണിത്. ഇത്രയും സമയം നല്ല വെയിൽ കൊണ്ടിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പം നോക്കിയേ, നല്ല തണുപ്പാണ് ഇവിടെ. ഇത്രയും ചൂടുള്ള ദിവസമായിട്ടും നമ്മൾ ഈ കണ്ടൽക്കാടിനുള്ളിലേക്ക് കയറിയപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്, കാറ്റുണ്ട്. നല്ല സുഖമായിട്ട് കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കാം. ഇത് കണ്ടോ, തീരെ ചെറിയ ചൂണ്ടയാണ്. ഇവിടെ കരിമീനെ പിടിക്കാൻ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. മറ്റു മീനുകളെ പിടിക്കാൻ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള വലിയ ടൈപ്പ് ഓഫ് ചൂണ്ടയാണുള്ളത്. ഇത് മൈദയാണ്. മീൻ തീറ്റയായിട്ട് നമ്മൾ മൈദ കുഴച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ഇട്ട് നോക്കാം, മീൻ കിട്ടുമോയെന്ന് അറിയാലോ. നമ്മൾ കുറച്ചു നേരമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദേ കിട്ടി. ദേ ഒരു കുഞ്ഞ് സാധനം കാണാൻ വയ്യല്ലോ. ദേ ഒരു കോലം കയറിയിട്ടുണ്ട്. ആദ്യം നമുക്ക് പള്ളത്തിയാണ് കിട്ടിയത്, ഇപ്പോൾ ദേ ഇതാണ് കിട്ടിയത്. ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് ഇവിടെ. എന്താ നോക്കിയേ, എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേ ചേട്ടാ. ഈ അഷ്ടമുടി കായൽ എന്ന് പേര് വരാൻ എന്താ കാര്യം? 8 മുടികളോട് കൂടിയ കായലാണ്. അതിൻ്റെ ഏറ്റവും കിഴക്കേ അറ്റത്തെ കായലാണ് ഈ കായൽ. ഇതിൻ്റെ പേര് കാഞ്ഞിരുട്ട് കായൽ. ഓരോ സ്ഥലത്തിനും കായൽ അഷ്ടമുടി എന്നെങ്കിൽ പറയുമെങ്കിലും ഓരോ സ്ഥലത്തിനും ഓരോ പേരുണ്ട്. അപ്പോൾ ചവറ ഭാഗത്തിന് ചവറക്കായലെന്നും, കൊല്ലം ഭാഗത്ത് കൊല്ലം, അങ്ങനെ 8 മുടികളോട് കൂടിയ കായലാണ്. അതുകൊണ്ട് മാത്രമല്ല ഈ കായലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അഴുക്കുമുള്ള കായലല്ല കാഞ്ഞിരുട്ട് കായൽ. ഇവിടുത്തെ കരിമീൻ ഏറ്റവും ലോകപ്രശസ്തമായിട്ടുള്ള കരിമീനാണ്, രുചിയുള്ള. 2 സൈഡിലും നല്ല പച്ചപ്പ് നിറഞ്ഞ ചെറിയ ചെറിയ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ചെറിയ വഴികളിലൂടെയാണ്. ഇവിടെ ഇതുപോലെ ഒരുപാട് വഴികളുണ്ട്. നമുക്കിങ്ങനെ ഒരുപാട് നേരം യാത്ര ചെയ്യാൻ പറ്റും. നല്ല വെയിലാണ്, പക്ഷേ എന്നാലും നമുക്കതത്ര ഫീൽ ചെയ്യുന്നില്ല. നല്ല കാറ്റുണ്ട്, ഈ മരങ്ങളുടെ തണലുണ്ട്, നല്ല സുഖയാത്രയാണ്. നമ്മൾ ആ ചെറിയ വഴിയിലൂടെ യാത്ര ചെയ്ത് വന്നിട്ട് വിശാലമായ കായലിലേക്കാണ് വന്ന് എത്തിയിരിക്കുന്നത്. നല്ല കാറ്റാണേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഈ ചൂടൊന്നും ഫീൽ ചെയ്യുന്നേ ഇല്ല. നല്ല വെയിലും ഉണ്ട്, പക്ഷേ കാറ്റ് കാരണം നമുക്ക് ആ ചൂട് അറിയത്തില്ല. ഈ ഉച്ച സമയത്ത് നമ്മൾ മാത്രമല്ല, അവിടെ വേറെയും ആൾക്കാർ സ്ഥലം കാണാൻ വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ വരെ വന്നിട്ട് ഇറങ്ങാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇത്രയും വെയിലായിട്ടും എന്നാൽ വെള്ളമൊക്കെ നല്ല തണുപ്പാട്ടോ. എനിക്ക് ഈ ഉച്ച സമയമാണെന്നേ ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ.
ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ വിദേശികളെ കണ്ടു. ഇപ്പോൾ ഇവർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. നമ്മളിപ്പോൾ നടക്കുമ്പം തന്നെ നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെയാണ് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ പോകുന്നുണ്ട്. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു. അടുത്തത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കയാക്കിംഗ് ആണ്. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നത് കയാക്കിംഗ് ആണ്. കയാക്കിംഗ് ജാക്കറ്റ് ഉണ്ട്. ഇത് നമ്മൾ ബോട്ടിൽ കയറിയപ്പോൾ ഉള്ള പോലത്തെ ജാക്കറ്റ് അല്ല, ഇത് എക്സ്ട്രാ സേഫ്റ്റി ഉള്ള ജാക്കറ്റാണേ. ഓക്കെ, നമ്മൾ ഇതിടാം. നീന്തൽ അറിയാത്തവർക്കും ചെയ്യാം കേട്ടോ. എനിക്ക് നീന്തൽ അറിയത്തില്ല, എന്നാലും ആ ചേട്ടൻ എല്ലാം കാര്യമായിട്ട് പറഞ്ഞു തന്നു. കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേര് ഞാൻ ഇറങ്ങുവാണ്. പിന്നെ വെള്ളം കുറവാണ് കേട്ടോ, കുറച്ച് വെള്ളം. ലെഫ്റ്റ് തുഴയുമ്പോൾ റൈറ്റിൽ പോകും, റൈറ്റ് തുഴഞ്ഞാൽ ലെഫ്റ്റിൽ പോകും. നമുക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര പേടിച്ചാണ് കയറിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ വളരെ പേടിച്ചാണ് കയറിയത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നു. ഇതേ നമ്മളിപ്പോൾ കയാക്കിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഐലൻഡ് ടൂറിസം ഹോം സ്റ്റേ. നമുക്കിവിടെ വന്നാൽ കനാൽ ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, നല്ല ഫുഡ് കിട്ടും. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്, വിദേശികൾ അടക്കം വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹലോ സർ. Hello. Where are you from? From France. France. How is the experience in Kerala? It's my first experience in Kerala. Yeah. I went in India 2 times before, but it's the first time in Kerala, and we appreciate. Obviously, it's a very, very beautiful place. How is Monroe Tirtha? Monroe is a beautiful place. We discovered the backwaters with canoeing, and we discovered the Ayurveda message. And we hope we can come back another time because we leave this afternoon. Yeah. We enjoyed Kerala and Monroe Island very much. It's Okay. fantastic. It's amazing.